അപർണ പറയും, ജാനകിക്ക് ബാംഗ്ലൂരുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് ഞങ്ങൾക്കറിയില്ല. തിരിച്ച് അപർണയോട് ചോദിക്കും, വിവാഹത്തിന് മുൻപ് നിനക്ക് വേറെ ആരുമായിട്ട് ബന്ധമുള്ള കാര്യം ആ കുടുംബത്തിൽ അറിയോ? ഇല്ലല്ലോ, ഇതങ്ങനെ കണ്ടാൽ മതി എന്ന് പറയും. അപർണ ചോദിക്കും, ജാനകിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അഭിറാമിൻ്റെ സുഹൃത്താണെന്ന് നിങ്ങൾ പറയുന്നു. ന്യായമായും അഭിറാം ഉള്ളപ്പോഴല്ലേ നിങ്ങൾ വരേണ്ടത്? ജാനകിയെ കാണാൻ വന്നതിൽ നിങ്ങൾക്ക് പല അർത്ഥങ്ങളുണ്ടെന്നൊക്കെ പറയും. ഇത് കേട്ട് ചേച്ചി പറയും, ഉറപ്പായിട്ടുണ്ട് എന്ന് പറയും. അർത്ഥങ്ങൾ മാത്രമല്ല, പല അറിയാ കഥകളും ഉണ്ട്. അപർണ ഇങ്ങനെ മനസ്സിൽ പറയും, ജാനകിയുടെ കാമുക തന്നെ അയാൾ. അവൾക്കൊരു അപകടം വന്നപ്പോൾ അയാൾ മറന്നീക്കി പുറത്തു വന്നു. പൊന്നൂനോട് അച്ഛമ്മ പറയും, നാളെ മോൾക്ക് അമ്മയെ കൊണ്ട് കാണിച്ചു തരാന്നേ. ഞാൻ ഉറപ്പ് തന്നതല്ലേ എന്ന് ചോദിക്കും. പൊന്നു ചോദിക്കും, അമ്മയ്ക്ക് മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ? ആദ്യം കണ്ടപ്പോൾ മിണ്ടിയതൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അവർ സംസാരിക്കുന്ന ഇടയിൽ അപർണ ഇങ്ങോട്ട് കയറി വരികയാണ്. ഇനി ഞാൻ പോയി കണ്ടില്ലെന്ന് വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ജാനകിയെ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയും. ഇത് കേട്ടിട്ട് അമ്മ ചോദിക്കും, നിന്നെ ആരാ ഐസിയിലേക്കൊക്കെ കയറ്റി വിട്ടത്? അപർണ ചോദിക്കും, ICU അളകാപുരിയുടെ വകയൊന്നുമല്ലല്ലോ, എനിക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പുറത്ത് കാവലിരിക്കുന്നവരുടെ പെർമിഷൻ ഒന്നും വേണ്ട. പൊന്നു ചോദിക്കും, അമ്മ പൊന്നുവിനെ അന്വേഷിച്ചോന്ന് ചോദിക്കുമ്പോൾ അപർണ അറിയും, ഇനി നിന്റെ അമ്മ എണീറ്റ് വരാനൊന്നും പോണില്ല, അവൾ ചത്തതുപോലെ കിടക്കുക. ഇത് കേട്ടിട്ട് പൊന്നു വിഷമിച്ചിട്ട് പറയും, അച്ഛമ്മ എന്നോട് കള്ളം പറയുന്നതല്ലേ എന്ന് വെച്ചിട്ട് പോകും. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വിഷമവും. നീ എന്തിനാ കുട്ടിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപർണ പറയും, ഇത് മൂടി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, ഈ ജന്മം അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ഇത് കേട്ട് അമ്മ മഹാഭാവി എന്ന് പറഞ്ഞിട്ട് അപർണയുടെ മുഖത്ത് ഒരു അടിയങ്ങ് കൊടുക്കും. ആ സമയത്ത് മഞ്ജു അങ്ങോട്ട് വന്നിട്ട് അപർണയെ പിടിച്ചു വയ്ക്കുകയാണ്. അമ്മ ചോദിക്കും, ആരടി നിന്നോട് പറഞ്ഞേ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നൊക്കെ? പേഷ്യൻ്റ് ഉണരുന്നതിന് മുന്നേ അപവാദം പറഞ്ഞു ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കും. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്നെ തിരിച്ച് തല്ലടി എന്ന് പറയും. ഇത് കേട്ടിട്ട് അപർണ റൂമിലേക്ക് പോവാണ്. അമ്മ മഞ്ജുവിനോട് പറയും, ജാനകി എഴുന്നേറ്റ് വരും, ഇവൾ ഉൾപ്പെടെ എല്ലാവരും അത് കാണുമെന്ന് പറയും. അബി അമലും ജാനകിയുടെ അടുത്ത് നിൽക്കുകയാണ്. അമല് ജാനകിയെ ഇങ്ങനെ വിളിച്ചു നോക്കും, ജാനകി എടുത്തിന്ന്. പക്ഷെ അതൊന്നും കേട്ടിട്ട് ജാനകി ഉണരുന്നില്ല. അമല് പറയും, ജാനകി എടുത്ത് എന്തായാലും തിരിച്ചു വരും എന്നൊക്കെ പറയും. ഇത് കേട്ട് അബിയും പറയും, അവൾ വന്നില്ലേ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളതെന്നൊക്കെ പറയും. അതിനിടയ്ക്ക് അമല്, ഇന്ന് രണ്ടുപേരും ഇവിടെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ പറയും, ഒരു സ്ത്രീയും പുരുഷനാണെന്ന് പറയും. അബി അമലിനോട് ചോദിക്കും, നകുലൻ നിന്ന് പേര് പറഞ്ഞതായിട്ട് നീ ഓർക്കുന്നുണ്ടോ ചോദിക്കും. അമല് പറയും, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അവർ ഞങ്ങളോട് അധികം സംസാരിക്കുന്നില്ല, നേരെ ICUലോട്ട് കയറിയെന്ന് പറയും. ഇത് കേട്ട് അബിക്കും, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്തിനാ അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കും. അമല് പറയും, ഞങ്ങൾ അനുവദിച്ചിട്ടല്ല, അവർക്ക് ഡോക്ടർ പെർമിഷൻ കൊടുത്തിരുന്നു എന്ന് പറയും. അബി പറയും, ഞാനില്ലാത്ത സമയത്ത് ആര് വന്നാലും ഇനി ജാനകിയെ കാണാൻ സമ്മതിക്കരുത്. അപർണയുടെ മനസ്സിൽ മുഴുവൻ നകുലൻ്റെ ഏട്ടത്തി പറഞ്ഞ കാര്യങ്ങളാണ്. അപർണ തമ്പിയെ ഫോൺ വിളിക്കും. ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവിടെ വന്ന നകുലൻ്റെയും ചേച്ചിയുടെയും കാര്യവും അപർണ തമ്പിയോട് പറയും. അവരെ പറ്റി അച്ഛൻ എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ തമ്പി പറയും, എനിക്കറിയില്ല, അവർ എവിടെ നിന്ന് വന്നാന്നൊക്കെ ചോദിക്കും. അപർണ പറയും, അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്, അബിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞതെന്ന് പറയും. പക്ഷേ എനിക്ക് സംശയമുണ്ട് എന്ന് പറയും. തമ്പി ചോദിക്കും, എന്ത് സംശയം എന്ന് ചോദിക്കും. ജാനകിയും നകുലനും തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്, നമ്മളറിയാത്ത ഒരുപാട് കഥകളുണ്ട്, എന്നാൽ ഒരുപാട് വൈകിപ്പോയെന്ന് മാത്രം. ജാനകിയുടെ ആക്സിഡൻറ്റിന് പിന്നിലുള്ള കൈ ഇന്ദ്രജയുടേത് തന്നെയാണ്. ഇത് കേട്ടിട്ട് തമ്പി പറയും, അങ്ങനെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഈ അപവാദത്തിൽ നിന്ന് നമുക്ക് തലയൂരി പോവാം മോളെ. അച്ഛൻ നിരപരാധിയാണെന്ന് അളകാപുരിയിലുള്ളവർക്ക് തെളിയിച്ചു കൊടുത്താൽ മാത്രം പോരാ, ജാനകി എന്ന വിഗ്രഹം എനിക്ക് ഉടച്ചെറിയണം. നകുലൻ ജാനകിയെ പറ്റി ഇന്ദ്രജയോട് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയും, നിന്നോടത് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, ജാനകി ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറയും. എത്ര കാലം ജാനകി കിടപ്പിലാവുമെന്ന് ഡോക്ടർക്ക് പോലും ഒരു ഉറപ്പില്ല. ഇത് കേട്ട് നകുലൻ ആർത്ത് കരയാണ്. നകുലൻ എന്നിട്ട് പറയും, അവിടെ ഇനി അഭിറാമിനൊരു ഭാരമായിരിക്കും, ഇപ്പോൾ ഉള്ള ഒരാവേശത്തിലൊക്കെ നോക്കും, കുറേ കഴിഞ്ഞാൽ നോക്കാതെ ആവും എന്നൊക്കെ പറയും. ഇന്ദ്രജ ചോദിക്കും, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നകുലൻ പറയും, എല്ലാം അഭിറാമിനോട് പറയണം, എന്നിട്ട് അവളെ എനിക്ക് വിട്ടുതരാൻ, അവൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തോളാം. ഇത് കേട്ട് ഇന്ദ്രജ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? ഒരു സാമാന്യ ബോധം പോലും നിനക്കില്ലേ? നകുലൻ ചോദിക്കും, അവിടെ കിടത്താനാണോ അവനെ ഉദ്ദേശിക്കുന്നത്? അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഇനി അവൾ എണീറ്റില്ലെങ്കിലും അവളെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ഏതവസ്ഥയിലായാലും ജാനകി എൻ്റെ കൂടെ മാത്രം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞ് നകുലൻ ഇങ്ങനെ കരയാണ്. ഞാൻ ഈ കാര്യം അഭിറാമിനോട് പറയാൻ പോവാണ്. ഇത് കേട്ട് ഇന്ദ്രജ പറയും, നിനക്ക് ഭ്രാന്താണ്, നിന്നെ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ എത്തിക്കണം, മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കാൻ മാത്രമോ അതപ്പതിച്ചു പോയോ നീ? ഇത് കേട്ട് നകുലൻ ഇന്ദ്രജ ഇങ്ങനെ നോക്കുകയാണ്.